തിരക്കേറിയ ചാന്ദിനി ചൗക്കിൽ സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതിയെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീടാണ് ഇത് ട്രാഫിക് ബ്ലോക്ക് കൊണ്ട് വാഹനം അങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്തതുകൊണ്ട് അവിടെ സ്ഫോടനം നടക്കുകയായിരുന്നു. ഫരീദാബാദിൽ നിന്നും വാഹനം ബദർപൂർ അതിർത്തി കടന്നാണ് ചെങ്കോട്ടയിലേക്ക് എത്തിയതെന്നാണ് നിലവിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. ITO ഭാഗത്തേക്കുള്ള റോഡിലാണ് ഈ വണ്ടി പൊട്ടിത്തെറിച്ചത്. ലക്ഷ്യമിട്ടത് ഡൽഹി നഗരഹൃദയം തന്നെയായിരുന്നു എന്നാണ് നിലവിൽ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. ഫരീദാബാദിൽ നിന്നാണ് ഈ വണ്ടി ബദർപൂർ അതിർത്തി കടന്ന് ചെങ്കോട്ടയിലേക്ക് എത്തിയത്. തലസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതിയിട്ടത് എന്ന് വ്യക്തമാണ്. ITO ഭാഗത്തേക്കുള്ള റോഡിലാണ് ഈ വാഹനം പൊട്ടിത്തെറിച്ചത്. അർജുൻ പീതാംബരൻ തുടരുന്നുണ്ട്. അർജുൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഫരീദാബാദിൽ നിന്നാണ് ഈ വാഹനം ബദർപൂർ അതിർത്തി കടന്ന് ചെങ്കോട്ടയിലേക്ക് എത്തിയിട്ടുള്ളത്. ലക്ഷ്യമിട്ടത് നഗരഹൃദയം തന്നെയാണ് എന്നാണല്ലോ. മോത്തി, അതെ, നോക്കൂ, ഈ സിഗ്നൽ എനിക്ക് പുറകിൽ കാണുന്നതാണ്. ആ വെള്ള തുണി കെട്ടിയോടെയാണ് ആ വാഹനം പൊട്ടിത്തെറിച്ചത്. അത് മുന്നോട്ട് പോകുന്തോറും ചെന്നെത്തുക ITO, ഇൻകം ടാക്സ് ഓഫീസ് അടക്കമുള്ള നഗരഹൃദയമായിട്ടുള്ള മേഖലയാണ്. അപ്പോൾ അവിടേക്ക് ഈ കാറിന്റെ പുറകുവശത്തായിരുന്നു ID അടക്കം ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ആദ്യഘട്ടത്തിൽ സംശയിച്ചിരുന്നത് ഇവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് നേരെ ചാന്ദിനി ചൗക്ക് മാർക്കറ്റിലേക്ക് ഇടിച്ചു കയറ്റുക, അതിലൂടെ ഒരു ചാവേറാക്രമണം നമ്മൾ പുലവാമയിൽ കണ്ടതിന് സമാനമായിട്ടുള്ള ഒന്ന്. എന്നാൽ അതല്ല, അതിനപ്പുറത്തേക്ക് മറ്റൊരു പദ്ധതി കൂടി ഉണ്ടായിരുന്നു. അതായത് ഇവിടെ നിന്നും നേരെ ഓടിച്ച് മുന്നിലേക്ക് പോവുക എന്നുള്ള കാര്യം. അവിടെ ITOയിൽ എത്തിക്കഴിഞ്ഞാൽ അത് നഗരഹൃദയമാണ്, ഭരണസ്ഥിരാ കേന്ദ്രങ്ങൾക്ക് തൊട്ടടുത്തുള്ള പ്രദേശമാണ്. അതും ചാന്ദിനി ചൗക്ക് പോലെ തന്നെ തിരക്കേറിയ ഒരുപാട് വാഹനങ്ങൾ എത്തുന്ന ഒരു പ്രദേശമാണ്. ഒരുപാട് സർക്കാർ ഓഫീസുകളുണ്ട്, സർക്കാർ ജീവനക്കാർ വരുന്ന ഇടമാണ്, നിരവധി വഴിയോര കച്ചവടക്കാരുണ്ട്. അവിടേക്ക് നഗരഹൃദയത്തെ തന്നെ അടിച്ച് അവിടെ ഒരു വലിയ രീതിയിലുള്ള ഞെട്ടൽ രാജ്യ തലസ്ഥാനത്ത് ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി നിലവിൽ ഭീകരർക്കുണ്ടായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ കാർ എത്തിയത് ഫരീദാബാദിൽ നിന്ന് തന്നെയാണ്. അതായത് ഫരീദാബാദ് കേസുമായി, ഫരീദാബാദ് മൊഡ്യൂളുമായി ഈ ഡോക്ടർ ഉമർക്കുള്ള ബന്ധം അത് നേരത്തെ നമ്മൾ നിർണായകമായ വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്കത് ലഭ്യമാകുന്നത്. ഫരീദാബാദിൽ നിന്ന് തന്നെയാണ് ഈ വാഹനം എത്തിയത് എന്നത്. അങ്ങനെയെങ്കിൽ ഈ വാഹന ഉടമ ആഴ്ചകൾക്ക് മുൻപ് ഈ കാർ സ്വന്തമാക്കിയ താരിഖിന് ഇതിന് പ്രധാന പങ്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു വലിയ ശൃംഖലയുണ്ട്. ജെയ്ഷെ മുഹമ്മദിന്റെ ബന്ധം, ഇതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിശോധനകൾ പുരോഗമിക്കുകയാണ്.